അപ്പൊ തുടങ്ങാം അല്ലേ? സംഘകേളി നാടകം ആരംഭിക്കുന്നു. നമുക്കുണ്ടാക്കാൻ പറ്റും, പക്ഷെ കാണാൻ പറ്റില്ല. ഞങ്ങൾ 4 മാസം കൊണ്ട് സ്ഥലം മേടിച്ചു. ഞങ്ങൾ കല്ലിട്ട് അവിടെ പണി തുടങ്ങി. നിങ്ങൾ അന്വേഷിച്ച് നോക്ക്. ഫ്ലാഷ് ബാക്ക്. നമുക്കുണ്ടാക്കാൻ പറ്റും, പക്ഷെ കാണാൻ പറ്റില്ല. ഇപ്പൊ യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ച വീടുകളും ഈ സ്ഥലം കണ്ടെത്തുന്ന മുറക്ക് ആ വീടുകളും തീർച്ചയായിട്ടും നിർമ്മിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ ആർക്കും ആശങ്ക വേണ്ടതിനകത്ത് സംശയമില്ല. നമുക്കുണ്ടാക്കാൻ പറ്റും, പക്ഷെ കാണാൻ പറ്റില്ല. അത് 100 വീട് ശ്രീ രാഹുൽ ഗാന്ധിയുടെ 100 വീട് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആ വീടുകൾ ഒരു ടൗൺഷിപ്പായി തന്നെ വയനാട്ടിലെ ടൗൺഷിപ്പുകളിൽ ഏറ്റവും മികച്ച ടൗൺഷിപ്പായി അത് അവിടെ നിലനിൽക്കുകയും ചെയ്യും. അത് നിന്റെ കയ്യിലുണ്ടെന്ന് മറ്റാരും അറിയരുതെന്ന അച്ചായം പറഞ്ഞത്. നമുക്കുണ്ടാക്കാൻ പറ്റും, പക്ഷെ കാണാൻ പറ്റില്ല. സർക്കാരിന്റെ വീട് വരുമ്പോ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ വീടും ഉണ്ടാവും. അതിന് മുമ്പും വരും. ഇപ്പൊ തന്നെ പിരിച്ച പൈസയിൽ കൂടുതൽ ഞങ്ങൾ ചെലവഴിച്ചിട്ടുണ്ട്. AICC-യുടെയും KPCC-യുടെയും ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണം ഞങ്ങൾ എത്രയും വേഗത്തിൽ പൂർത്തീകരിക്കും. ഗജരാവില് പൂച്ചവെറ്റ് കിടക്കുന്ന ഗജരാവിൽ അതില് UDF അധികാരത്തിൽ വന്നാൽ മാജിക് കാണിക്കുമെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത്. ഇപ്പൊ നമ്മള് ഈ ഗജരാവിലേക്ക് നോക്കുന്ന സമയത്ത് കാലിയാണ്. ഭൂമി വാങ്ങി ഇനി അങ്ങോട്ട് 5 പൈസ ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോ ആ മാജിക് കാണിക്കുന്നത് പോട്ടെ, ഇപ്പൊ ഒരു പ്രഖ്യാപനം നടത്തിയാൽ അത് സുതാര്യമായിട്ടെങ്കിലും മുന്നിൽ അവതരിപ്പിക്കാനുള്ള ഒരു ത്രാണി പോലും കോൺഗ്രസിന് ഇല്ലാതായി പോയോ? നമുക്കുണ്ടാക്കാൻ പറ്റും, പക്ഷെ കാണാൻ പറ്റില്ല. ഈ ഉരുൾപൊട്ടലിൽ വീട് നഷ്ടമായവർക്ക് ആദ്യഘട്ടമായി 30 വീടുകൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി നിർമ്മിച്ചു നൽകുവാൻ തീരുമാനിക്കുകയാണ്. കിട്ടിയ പൈസ കൊണ്ടൊക്കെ ഭൂമി വാങ്ങി വീടുണ്ടാക്കാൻ ഇനിയും തുക വേണമെന്നാണ് KPCC അധ്യക്ഷൻ ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത്. ശരിയാണ്, കുന്നംപറ്റിയിൽ കുറച്ച് സ്ഥലം വാങ്ങിയതും അവിടെ പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും വന്ന് തറക്കല്ലിട്ടതും നമ്മൾ കണ്ടതാണ്. ആ തറക്കല്ലിന് മുകളിൽ ഒരു എക്സ്ട്രാ കല്ല് ഇതുവരെ വന്നിട്ടില്ല. അതിന് പൈസ ഇല്ല എന്നാണ് പറയുന്നത്. ഞാനൊരു വലിയ സംഭവം അല്ലേ? നമുക്കുണ്ടാക്കാൻ പറ്റും, പക്ഷെ കാണാൻ പറ്റില്ല. 10 ദിവസത്തിനുള്ളിൽ പ്ലാൻ അംഗീകരിച്ച് ഞങ്ങളുടെ നിർമ്മാണ പ്രവർത്തനം ഞങ്ങൾ തുടങ്ങും. അപ്പൊ 300 വീടാവും. നാളെ രാവിലെ എന്റെ പൊട്ടൻ ആദ്യം എടുക്കാൻ പോകുന്നത്. അപ്പോഴും കിട്ടും 1.5 ലക്ഷം രൂപ. അതും വൈകുന്നേരം ഞങ്ങൾക്ക് തരും. അപ്പൊ എത്ര രൂപയായി? 3 ലക്ഷം. 3 ലക്ഷം രൂപയല്ലോ. ഞാൻ എത്ര തരാനുണ്ട്? 2.25 ലക്ഷം. ബാക്കി എത്ര? 25,000 രൂപ. സാബ് ഇപ്പൊ ഇങ്ങോട്ട് തരണം. എപ്പോ തരും? അപ്പൊ ആകെ 400 വീട് നിർമ്മിക്കേണ്ടേ ഉള്ളു. അപ്പൊ 300 വീട് നിർമ്മിക്കുന്നത് UDF-ആയിട്ട് ബന്ധപ്പെട്ട് കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് മനസ്സിലാക്കിയാൽ മതി. അല്ല, അതൊന്നും നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല, നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. ഒരു പ്രോജക്റ്റിന്റെ കണക്ക് അവതരിപ്പിക്കുന്നത് എപ്പോഴാണ്? ആ പ്രോജക്റ്റ് തീർന്നു കഴിയുമ്പോൾ അവിടെ ഞങ്ങൾ സ്ഥലം മേടിച്ചു, അവിടെ കെട്ടിടം പണിത് പ്രോജക്റ്റ് തീർന്നു കഴിയുമ്പോൾ കണക്ക് പറയും. അക്കൗണ്ടിൽ ആകെ ലഭിച്ചത് 5,38,21,632 കോടി രൂപയാണ്. ഞാൻ നിങ്ങൾ മിണ്ടായിരിക്കും, ഞാൻ മറുപടി പറയുമ്പോൾ നിങ്ങൾ സംസാരിക്കും. നിങ്ങൾ എന്റെ ഇടയിൽ കയറി സംസാരിക്കാൻ പാടില്ല. നിങ്ങൾ ഇനി ചോദിക്കണ്ട എന്നോട്. അല്ലല്ല, ഇടയിൽ കയറി സംസാരിക്കരുത്. പ്രതിപക്ഷ നേതാവൊക്കെ ഇന്നിപ്പോ ചോദിക്കുന്ന സമയത്ത് കണക്കുകളൊക്കെ പുറത്തു വന്നെങ്കിൽ ആ പ്രതികരണമൊക്കെ ഒരു കണക്കാണ്. രോഷത്തോടു കൂടിയാണ് പ്രതികരിക്കുന്നത്. പറയാണ്, എന്നെ അനുസരിച്ചും ബഹുമാനിച്ചും ജീവിച്ചാൽ കൊള്ളാം. ഒരു വലിയ പ്രശ്നമായി എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ പിന്നെ അതിനോട് പ്രതികരിക്കുന്നതെങ്കിലും കുറച്ചുകൂടി സൂക്ഷിച്ച് ചെയ്യാമായിരുന്നു. പക്ഷെ അതിലും ഒരു കണിശത ഉണ്ടായില്ല, ഒരു കരുതലുണ്ടായില്ല. ഷാഫി പറമ്പിൽ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു, ഞങ്ങൾക്ക് കളക്ഷൻ കിട്ടിയ പൈസയേക്കാൾ കൂടുതൽ ഞങ്ങൾക്ക് അതിന് ചെലവഴിക്കേണ്ടി വരും. സർക്കാരിനെ പോലെ ബാക്കി വെച്ച പൈസ കൊണ്ട് എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ലേ. ഞങ്ങൾക്ക് പൈസ ബാക്കി വരില്ല, ഞങ്ങൾക്ക് ഇനിയും പൈസ വേണം. അപ്പൊ KPC ഫണ്ട് കൊടുക്കണം, AICC ഫണ്ട് വെക്കേണ്ടി വരും, മറ്റു ഘടകങ്ങൾ വീണ്ടും പൈസ തരേണ്ടി വരും. എന്നാലേ ആ പ്രൊജക്ട് കംപ്ലീറ്റ് ആവുള്ളൂ. ഞങ്ങൾ 4 മാസം കൊണ്ട് സ്ഥലം മേടിച്ചു. ഞങ്ങൾ കല്ലിട്ട് അവിടെ പണി തുടങ്ങി. നിങ്ങൾ അന്വേഷിച്ച് നോക്ക്. വയനാട്ടിലെ ദുരന്തബാധിതരുടെ പേരിൽ പണം പിരിച്ച് അത് മോഷ്ടിച്ച് 2ാം വട്ടം പിരിക്കാൻ ഈ വിമർശനത്തെ അവർ അവസരമാക്കി. വിമർശനത്തെ അടുത്ത കൊള്ളയ്ക്കുള്ള അവസരമാക്കി മാറ്റി. എന്റെ ഈശ്വര, എന്തോരം വാതിലുകളാ!
എങ്ങനെ ഇതിനകത്തൊന്ന് കേറി പറ്റും? കൊള്ള തെളിഞ്ഞിരിക്കുന്നു. രണ്ടാം കൊള്ളയ്ക്ക് തുടക്കമിടുമെന്ന പ്രഖ്യാപനവും വന്നിരിക്കുന്നു. കൊള്ളക്കാരെ ഓർത്ത് കേരളം ജാഗ്രത പാലിക്കുക എന്നേ എനിക്കിപ്പോ പറയാം. ആശുപത്രി കിടക്കയിൽ നിന്ന് വന്ന സ്തുതിയോട് ആ ദിവസം MLA ആണ് ഇതിന്റെ ലേ ഔട്ട് കാണിച്ചു കൊടുത്തുകൊണ്ട് 120 ദിവസം കൊണ്ട് വീട് നിർമ്മിച്ചുവെന്ന് പറയുന്നത്. നിർവാഹിതമില്ലേ MLAക്ക്? അത് പ്രതീക്ഷിച്ചിട്ടാണല്ലോ സുധി ടൗൺഷിപ്പിൽ നിന്നും വീട് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് 15 ലക്ഷം രൂപ വെച്ച് വാങ്ങിപ്പോയത്. എന്തിനാണ് ഇങ്ങനെ സുധിയെ പോലെയുള്ളൊരു പെൺകുട്ടിയെ, ദുരന്ത ബാധിതരെ എന്തിനാണ് ഇങ്ങനെ പച്ചക്ക് പറ്റിക്കുന്നത്? ശ്രുതിക്ക് വീട് കൊടുക്കാം എന്ന് ടി സിദ്ദിഖ് MLA എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഈ ടൈം ന്യൂസ് ഇവരോട് നേരിട്ട് സംസാരിച്ചാണ് ഇതൊക്കെ തീരുമാനമെടുത്തത്. ഭയങ്കരം തന്നെ. ഒടുവിൽ KC വേണുഗോപാലിൻ്റെ ഒരു അഭിമുഖത്തിലാണ് അത് പുറത്തു വരുന്നത്. അതുവരെ ആരും തന്നെ എൻ്റെ കണക്കിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഒന്നും തന്നെ പറയുന്നുണ്ടായിരുന്നില്ല. UFI അവിടെ കുടിൽ കെട്ടി സമരം ചെയ്യേണ്ട ഒരു അവസ്ഥ വരികയാണ്. അപ്പോൾ അങ്ങനെ സമരം ചെയ്ത അങ്ങനെ ശ്രദ്ധ അങ്ങോട്ട് പോയതുകൊണ്ടുകൂടിയാണ് ഇപ്പോൾ ഈ കണക്കുകൾ പുറത്തു വരാനായിട്ട് ഇടയാവുന്നത്. എന്തുകൊണ്ട് കോൺഗ്രസിനെ പോലത്തെ ഒരു സംഘടനയ്ക്ക് ഇത്ര പൈസയെ കിട്ടിയുള്ളൂ? എന്തുകൊണ്ടാണ് നമ്മൾ വിചാരിച്ചാൽ കൂടുതൽ പൈസ കിട്ടില്ലേ? അപ്പോൾ ഒന്നുകിൽ അത് സംഘടനാപരമായിട്ടുള്ളൊരു പരിമിതി ആയിരിക്കണം. ആരും മര്യാദയ്ക്ക് ഈ പിരിവിന് പോയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ പിരിച്ച കാശ് കൃത്യമായിട്ട് എത്തിയിട്ടുണ്ടാവില്ല. ഇനി അതല്ല, കോൺഗ്രസ്സുകാർ ചോദിച്ചപ്പോൾ ആൾക്കാർ പൈസ കൊടുക്കാതിരുന്നതാണ്. അങ്ങനെയാണെങ്കിൽ അതിനേക്കാൾ വലിയ പ്രശ്നമാണ്. വേണ്ടത്ര ഗൗരവം കൊടുത്തില്ല എന്നുള്ളത്. ഇപ്പൊ ഇടതുപക്ഷം കൃത്യമായിട്ട് ഇതിനെ പ്ലേസ് ചെയ്യുന്നത് ഇവിടെ ഒരു ക്രമക്കേട് നടന്നു എന്ന മട്ടിൽ മാത്രമല്ല, ഇങ്ങനെയുള്ളവരെ എങ്ങനെ അധികാരം ഏൽപ്പിക്കും? ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. കണക്കുകൾ പുറത്തുവിടുന്നതിലൂടെ കുറെ ചോദ്യങ്ങൾക്ക് ഉത്തരമാകുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഇതിൽ കുറെ ചോദ്യങ്ങൾ പുതുതായിട്ട് വന്നു ഭവിക്കുകയാണ് ചെയ്യുന്നത്. പിരിച്ച പണം തീർന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് തോന്നുക, നമ്മളൊരു കോഴിക്കോട് പണിയാൻ പോവുകയാണെങ്കിൽ പോലും നമുക്കൊരു എസ്റ്റിമേറ്റ് ഉണ്ടായിരിക്കും, എങ്ങനെയായിരിക്കും ഇതിന് ചെലവുകൾ വരിക എന്നൊക്കെ. നാട്ടുകാരെ വിളിച്ചു വെച്ച് നാട്ടിക്കരുത്. ഉപ്പ് തിന്നും വെള്ളം കുടിച്ചു തന്നെ ആവണം വെളി നാട്ടാരെ. ഘടകകക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗ് തന്നെയാണ്. കോൺഗ്രസിനേക്കാൾ ചെറിയ പാർട്ടിയാണ്. അവരുടെ മേഖലയിലുള്ള വ്യാപനവും വളരെ കുറവാണ്. പക്ഷേ അവർ 40 കോടിയിലധികം രൂപ പിരിച്ചെടുക്കുകയും 51 വീട് ഓൾറെഡി പണിയുകയും ചെയ്തു. ബാക്കിയുള്ളതിൻ്റെ പ്രോസസ്സ് മുന്നോട്ട് പോവുകയാണ് നടക്കുന്നത്. കേരളത്തിലെ CPM-ന്റെ യുവജന സംഘടനയായ DYFI അവർ 20 കോടി രൂപ ഉണ്ടാക്കിയെടുത്തു. അതും പിരിവെടുത്തിട്ടല്ല, അവർ ഈ ആക്രി പറക്കി വിറ്റും അവരുടെ തന്നെ പ്രവർത്തകർ സംഭാവന ചെയ്തൊക്കെ ആയിട്ടുള്ള അത്രയും കാലം ഉണ്ടാക്കി. അപ്പൊ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു വലിയ സംഘടനയ്ക്ക് ഇത്രയേ പറ്റുള്ളൂ. എന്താണ് ഇതിൽ പറ്റിയെന്നൊരു വലിയ ചോദ്യം അവിടെ നിൽക്കുകയല്ലേ. ഒരു ദുരന്തം വരുന്ന സമയത്ത് ആരുണ്ടാകും ജനങ്ങളുടെ കൂടെ എന്ന് പറഞ്ഞാൽ അതിന് ഉത്തരം ഞങ്ങളാകണമെന്ന് കരുതിക്കൊണ്ട് ഇപ്പൊ LDF എന്ത് ചെയ്തു? ആദ്യഘട്ട ടൗൺഷിപ്പ് അതിന്റെ താക്കോല് കൈമാറി. അത് അവർ ചെയ്ത കാര്യങ്ങൾ വളരെ വേഗത്തിൽ പൂർത്തിയാക്കി. ഇതിന്റെ കോൺഫിഡൻസ് അല്ല, അഹങ്കാരം.